പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ കൂടുതൽ അറിഞ്ഞ് ഈശോയെ കൂടുതൽ സ്നേഹിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒത്തിരിയധികം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അമ്മ നമ്മുടെ കൂടെ നിന്ന് ഈശോയോട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തന്ന വലിയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് അനുസ്മരിക്കുകയും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ആ ഒരു ബോധ്യങ്ങളൊക്കെ കിട്ടുന്നത് വഴി നമ്മൾ ഈശോയോട് കൂടുതൽ അടുക്കാനും ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് ജീവിക്കാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് എന്നൊക്കെ ധ്യാനിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഈശോ സ്വയം ശൂന്യവൽക്കരിച്ച് കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി നമ്മളെ രക്ഷിച്ചെടുത്തു. മത്തായി 1:21 നമ്മൾ വായിച്ചതൊക്കെ പോലെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈശോ നമ്മളെ ആ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചത് എന്തിലേക്കാണ്? ദൈവമക്കളെന്ന സ്വാതന്ത്ര്യത്തിലേക്കും അവകാശത്തിലേക്കുമാണ്, ആ ഒരു ഔന്നത്യത്തിലേക്കാണ് ഈശോ നമ്മളെ നയിച്ചതെന്ന് നമുക്കറിയാം. ആ ബോധ്യം നമുക്കുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന കാര്യങ്ങളൊന്ന്. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്കിന്ന് മുന്നോട്ട് പോകാൻ. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം നമ്മളെ രക്ഷിച്ചു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതേ ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു മൂല്യം ഒന്ന് അനുഭവിച്ചറിയുക, ആ മൂല്യത്തിനനുസരിച്ച് ജീവിക്കുകയും കൂടെ ചെയ്യുക. പൗലോസ്ലേഹയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്, നാം വില കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ഒരു ജീവിതമാണ്. വചനം നമുക്കറിയാമെന്ന് തോന്നുന്നു. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ്. 1 കൊരിന്തോസ് 6 അതിൻ്റെ 19-ാമത്തെ വാക്യം. വചനം നമ്മളിങ്ങനെ വായിക്കും: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ സ്വന്തമല്ല. 20-ാം വാക്യം: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ചാൽ ഈ ബോഡി ഉപയോഗിച്ച് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആരാധിക്കുക എന്നുള്ളതല്ല. ജീവിതം പൂർണ്ണമായും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പൗലോസ്ലേഹ തന്നെ പിന്നീട് ഒരു എഴുത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. പൗലോസ്ലേഹ എടുത്തു പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ജീവിതം മുഴുവനും കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യു ആർ റിഡീംഡ്, റാൻസംഡ്. പൗലോസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതൊക്കെ. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നമുക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ ചില സമയത്ത് കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ ചിലപ്പോൾ മീനിങ്ലെസ് ആയിട്ട് തോന്നിയേക്കാം. ഇതെന്തിനാണ് ഈ ജീവിതം എന്നൊക്കെ തോന്നിപ്പോയേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഔന്നത്യം, ആ ഒരു ഗ്രേറ്റ്നെസ് തിരിച്ചറിയുക. വില കൊടുത്ത് വാങ്ങപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടേത്. ആര് വില കൊടുത്ത് വാങ്ങി? ഈശോ വില കൊടുത്ത് വാങ്ങി. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചിരുന്നു, ഈശോ കൊടുത്ത വില എന്താണ്? അവൻ തന്നെ താഴ്ത്തി സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചാണ് അവൻ ആ സ്നേഹം പ്രകടമാക്കിയതും നമ്മളെ വീണ്ടെടുത്തതും. പഴയ നിയമത്തിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വീണ്ടെടുപ്പിനെ കുറിച്ച്, റെഡീമിനെ കുറിച്ച്. നമ്മുടെ ഒരു നോർമൽ ലാംഗ്വേജ് നമ്മളിങ്ങനെ പറയില്ല. ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ ഇങ്ങനെ വായിക്കുന്നു, ചില ദുഷ്ടമനുഷ്യർ തട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അവരിങ്ങനെ പറയണം, ഇത്ര രൂപ തരിക, ഇത്ര ഇത് തരിക, എന്നാൽ മാത്രമേ അവരെ തിരിച്ചു തരുള്ളൂ. അവരെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പണത്തിന്, ആ ഒരു മൂല്യത്തിന് പറയാം മോചനദ്രവ്യം, റാൻസം. ഇത് കൊടുത്താൽ മാത്രമേ അവരെ തിരിച്ചു കിട്ടുള്ളൂ. ആത്മീയമായിട്ട് ഇതിനിങ്ങനെ ചിന്തിക്കുക. പാപം പിടിച്ചെടുത്ത നമ്മുടെ ജീവിതം, പിശാച് അടിമപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചെടുത്തത് ആരാണ്? ഈശോയാണ്. ഈശോ എങ്ങനെ രക്ഷിച്ചെടുത്തു? വില കൊടുത്ത് വീണ്ടെടുത്തു, റെഡീം ചെയ്തു. എന്തോ മോചനദ്രവ്യമായി കൊടുത്തുകൊണ്ടാണ് ഈ തിന്മയുടെ പിടിയിൽ നിന്ന് ഈശോ നമ്മളെ സ്വതന്ത്രരാക്കി പുത്രന്മാരായി പുത്രിമാരായി ഉയർത്തിയത്. അതുകൊണ്ടാണ് പൗലോസ് എടുത്ത് പറയുക, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെന്ന്. കർത്താവ് വില കൊടുത്ത് മേടിച്ചെടുത്ത ജീവിതമാണ്. അത് ചുമ്മാ കളയരുതെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞ് റീസൺ മതിയായിരിക്കും മടുത്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ അതിനുവേണ്ടി പരിശ്രമിച്ചവരുണ്ടാകാം. 100 കണക്കിന് കാരണങ്ങളും ഉണ്ടാകാം. അതിൻ്റെ പിന്നിൽ ന്യായീകരിക്കാൻ പറ്റുന്ന അത്രയും കാരണങ്ങളുണ്ടാകാം. പക്ഷെ ജീവിക്കാനൊരു റീസൺ പൗലോസ്ലേഹ പറയാണ്, അങ്ങനെ ചുമ്മാ എടുത്ത് കളയാനുള്ളൊരു ജീവിതം അല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യ അതിനേക്കാൾ വലുതാണ്. ചിലപ്പോൾ ചില പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത്, ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്നത്, സ്വയം ഇങ്ങനെ അബ്യൂസ് ചെയ്ത് കളയുന്നത്, ജീവിതം മുഴുവൻ ഇങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുന്നത്. പൗലോസ്ലേഹ പറയണം, ഇങ്ങനെ കളയാനുള്ളൊരു ജീവിതമല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്,
നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവം വില കൊടുത്ത് വീണ്ടെടുത്തൊരു ജീവിതമാണ്. നിങ്ങളെ റിഡീം ചെയ്ത് സ്വന്തമാക്കിയൊരു ജീവിതമാണ്. അത് വെറുതെ കളയരുതെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ മറ്റൊരു കാരണം നമ്മൾ ഇതിൽ കണ്ടുപിടിക്കണം, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്നെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ വലിയൊരു വില കൊടുത്തു. എന്തോ മോചനദ്രവ്യമായി നൽകിയിട്ടാണ് അവൻ എന്നെ വീണ്ടെടുത്തത്, എന്നെ റിഡീം ചെയ്തത്. എനിക്ക് വേണ്ടി എന്തോ വളരെ പ്രഷ്യസ് ആയത് കൊടുത്തിട്ടാണ് എന്നെ അവൻ ജീവിതത്തിൽ പ്രഷ്യസ് ആക്കി, വിലയുള്ളതാക്കി ഏറ്റെടുത്തത്. വിലയുള്ളത് എന്തോ കൊടുത്ത് മോചനദ്രവ്യമായി നൽകി എന്നെ വിലയുള്ളവളായി ഈശോ തിരഞ്ഞെടുത്തു, പുതിയൊരവസരം തന്നു. പഴയ നിയമത്തിൽ ഒരു വചനഭാഗം ഇങ്ങനെ, പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. മോശയെ ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഈജിപ്തിലേക്ക് പോയി അവരെ ഇങ്ങനെ റിഡീം ചെയ്തെടുക്കണം, അവരെ രക്ഷിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇത് വായിക്കുമ്പോൾ ഓർക്കണം, ഇതേ കാര്യമാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തത്. ദൈവം മോശയെ ഒരു കാര്യം പറയേൽപ്പിക്കുകയാണ്, എന്നിട്ട് ഞാനിതൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു. അതേ കാര്യമാണ് ഈശോ നമുക്ക് വേണ്ടി, നമ്മുടെ ഏക സത്യദൈവമായ നമ്മുടെ പ്രിയപ്പെട്ട ഈശോ, നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി ചെയ്തത്. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സ് 5 ഓൺവേഴ്സ്. ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു, എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. നമുക്ക് ആ സാഹചര്യമൊക്കെ അറിയാം. ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കഴിയുന്നു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു എന്ന് കർത്താവ് പറയുക. ആ സ്വരം ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാനിതെല്ലാം അറിയുന്ന ഒരു ദൈവമാണെന്ന് പറയുന്നുണ്ട് മോശയോട്. അവരുടെ ദീനരോധനം കേട്ടപ്പോൾ കർത്താവ് എന്തോ ഓർത്ത്, ഉടമ്പടി ഓർത്ത്, കവണൻ്റ് ഓർത്തു എന്നാണ് പറയുക. വിശുദ്ധത്തിൻ്റെ താളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ അറിയാം എന്താണ് ഉടമ്പടി, എന്താണ് കവണൻ്റ്. ഉടമ്പടി എന്ന് വെച്ചാൽ ദൈവത്തിന് ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു ഗ്രൂപ്പിനെ, ഒരു ഗോത്രത്തെ, ഒരു രാജ്യത്തെ ഇഷ്ടപ്പെട്ടാൽ അവർ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവം അവരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടിയുടെ അടിസ്ഥാന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കവണൻ്റ് പ്രിൻസിപ്പിൾ എന്താണ്? നീ ഇന്നു മുതൽ ദൈവത്തിൻ്റെതാണ്, ദൈവം ഇന്നു മുതൽ നിൻ്റേതാണ്. നീ ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ട് ഇന്നു മുതൽ നീ ആരുടെ അടിമയല്ല, നിന്നെ അടിമപ്പെടുത്താൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പം ദൈവജനം ഒരു സ്ഥലത്ത് നിന്ന് കഷ്ടപ്പെടുമ്പോൾ, അവരുടെ വേദനകൾ ഉയരുന്ന സമയത്ത്, അവരുടെ കണ്ണുനീര് വരുന്ന സമയത്ത്, അവരുടെ കരച്ചിലിന് ദീനരോധനം കേൾക്കുന്ന സമയത്ത് കർത്താവ് ഓർക്കുന്നത് ഉടമ്പടിയാണ്. എന്താ ഓർക്കുന്നത്? ഈ കരയുന്ന ഈ വ്യക്തി എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അങ്ങനെ അത് ഓർമ്മയിൽ, അത് ഓർക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന എന്താണെന്നറിയോ? നിങ്ങളെ രക്ഷിച്ചെടുക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു അബദ്ധത്തിൽ, നമ്മുടെ ഒരു സങ്കടത്തിൽ, നമ്മുടെ ഒരു വേദനയിൽ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ഏക സത്യദൈവമായ ഈശോയെ നോക്കി നിലവിളിക്കുമ്പോൾ ഈശോ ആദ്യം ഓർക്കുന്നത് ഈ നിലവിളിയല്ല, ഈ കടമോ ഈ രോഗമോ ഈ വേദനയോ പരാജയമല്ല. ഈശോ ആദ്യം ഓർക്കുന്നത് ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടി? ഈ കരയുന്നയാൾ എൻ്റെ സ്വന്തമാണ്. നമ്മളത് ഈശോയെ നോക്കി കരയണമെങ്കിലും ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം, ഈ വിശ്വാസത്തിൻ്റെ ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. എന്നെ സ്വീകരിച്ച, എന്നെ വില കൊടുത്ത് മേടിച്ചെടുത്ത, എന്നെ സ്വന്തമാക്കി എൻ്റെ ഈശോയുടെ അടുത്താണ് ഞാനിത് കരയുന്നത് എന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ വിശ്വാസത്തോടെ ചില സങ്കടങ്ങൾ പോലും ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. ജനത്തിൻ്റെ രോദനം കേട്ടപ്പോൾ കർത്താവ് തൻ്റെ ഉടമ്പടി ഓർത്തു. ഉടമ്പടി ഓർത്തിട്ട് ചെയ്ത എന്താണെന്നറിയോ? 6-ാമത്തെ വാക്യം. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്, ഐ എം ദ ലോർഡ് ദി അതോറിറ്റി. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. വചനം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം, ഒരു വാക്കവിടെ കാണുകയാണ്, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. വീണ്ടെടുക്കുന്നത് എങ്ങനെയാണ്? വില കൊടുക്കാതെ വീണ്ടെടുക്കാൻ പറ്റില്ല. റെഡീം ചെയ്യണമെങ്കിൽ റാൻസം കൊടുത്തേ മതിയാവും. ഒരു മോചനദ്രവ്യം കൊടുത്താൽ മാത്രമേ വീണ്ടെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേകത, ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളം കാണിച്ചു തരികയാണ്. ഉടമ്പടി ഓർത്തുകൊണ്ട് അവരെ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കി അവരെ വീണ്ടെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പുതിയ നിയമം വായിക്കുന്ന സമയം നമുക്ക് മനസ്സിലാവും ഈ കാര്യം നമുക്ക് വേണ്ടി ആരിപ്പോൾ ചെയ്യുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ ദൈവം അവരെ രക്ഷിച്ചതുപോലെ ഇന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ, നിരാശയുടെ, വലിയ സങ്കടത്തിൻ്റെ, ഇരുട്ടിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന നമ്മളെ ഈശോ മോചിപ്പിക്കുന്നു, സ്വതന്ത്രമാക്കുന്നു, വില കൊടുത്ത് വീണ്ടെടുക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, ഈ ജീവിതം വെറുതെ കളയരുത്. നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല, ആരോ നിങ്ങളെ വില കൊടുത്ത് വീണ്ടെടുത്ത് റെഡീം ചെയ്തെടുത്തൊരു ജീവിതമാണ്. ഇത് ചുമ്മാ കളയാനുള്ളതല്ല, ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ജീവിതമാക്കി മാറ്റണമെന്ന് പൗലോസ്ലീഹ സ്നേഹത്തോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. പഴയ നിയമത്തിൽ മോശയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ജനത്തെ രക്ഷിച്ചതുപോലെ ഈശോ ഇന്ന് നമ്മളെ നേരിട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കുകയാണ്. പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി വില കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കുകയാണ്. ഇതെന്തിനാണ് ഈശോ ചെയ്തേ?
ഇന്ന് എന്തിനാണ് ഈശോ എന്നെ പാപത്തിന് രക്ഷിച്ച് ഈ സങ്കടത്തിൽ എന്നെ കൈപിടിക്കുന്ന എന്തിനാണ്? ഒറ്റ കാര്യം, അവൻ ഈ ഉടമ്പടി ഓർക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഈശോയുടെ മുമ്പിൽ പറയും, ഈശോയെ ഞാൻ പ്രാർത്ഥിച്ച കാര്യം നീ ഓർക്കുന്നില്ലേ? ഞാൻ പണ്ട് മുട്ടുകുത്തി നിന്നത് നീ ഓർക്കുന്നില്ലേ? പണ്ട് ബൈബിൾ വായിച്ചതൊക്കെ നീ ഓർക്കുന്നില്ലേ? ഞാൻ ഇന്നും ബലിയർപ്പിക്കാൻ പോയതൊക്കെ നീ ഓർക്കുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോ ഒന്നും മറക്കില്ല. എന്തെങ്കിലും മറന്നാൽ പോലും അവൻ ഈ ഉടമ്പടി മറക്കില്ല. ആ ഉടമ്പടി എന്താണ്? ഈ കരയുന്ന, ഈ പ്രാർത്ഥിക്കുന്ന നീ ഈശോയുടെ സ്വന്തം മകനാണ്, മകളാണ് എന്ന കാര്യം ഈശോ ഒരിക്കലും മറന്നിട്ടില്ല. ഈശോയുടെ മുമ്പിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രാർത്ഥിക്കുന്ന കുഞ്ഞ്, ഈ പഠിക്കുന്ന കുഞ്ഞ്, ഈ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഈ പൈതൽ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. ആ ഉടമ്പടിയാണ് കർത്താവ് ഓർക്കുക. ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ആഴത്തിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവം ഈ ഉടമ്പടി മുഴുവൻ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. ഒരാളെ സ്വന്തമാക്കി സ്വീകരിക്കുകയും ഇനി ഞാൻ നിൻ്റെ സ്വന്തമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാര്യം ഒറ്റ കാര്യത്തിലാണ്, സ്നേഹത്തിൻ്റെ പേരിലാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു എന്ന് പറയുക. ഈ 7-ാമത്തെ വാക്യം, പുറപ്പാട് 6:7 നമ്മളിങ്ങനെ വായിക്കും, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് സ്വീകരിക്കുമെന്ന് പറയുക. കർത്താവ് വീണ്ടെടുത്ത് മക്കളാക്കി മാറ്റുക എന്നുള്ളത് മാത്രമല്ല, സ്വന്തമാക്കി ഇനി ഞാൻ നിങ്ങളുടെ സ്വന്തവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്യുക. ഇതേ കാര്യമല്ലേ നമ്മൾ പഴയ നിയമത്തിൽ വീണ്ടും വായിക്കുക. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 31-ാം അധ്യായം കർത്താവ് ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വചനം പറഞ്ഞു തരും. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് പറയുമ്പോൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വചനഭാഗം പറഞ്ഞു തരാൻ പോകുന്നത്. 31-ാമത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളുമായി ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും. എന്നുവെച്ചാൽ പഴയ ഉടമ്പടിയൊക്കെ മോശയോട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പം ഈ ദൈവജനം പിന്നീട് ഈ ഉടമ്പടിയൊക്കെ തെറ്റിക്കുന്നുണ്ട്. ആ ഉടമ്പടിയൊക്കെ ബ്രേക്ക് ചെയ്ത് ആ കൽപ്പനകളൊക്കെ തെറ്റിച്ച് ആ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമൊക്കെ, ദൈവവും മനുഷ്യരും തമ്മിലുള്ള ആ ബന്ധമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കർത്താവ് ജെറമ്യായിലൂടെ പറഞ്ഞു കൊടുക്കുക, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇനി ഒരു നിയമം എഴുതാൻ പോവാണ്, കല്ലിന്മേലല്ല, നിങ്ങളുടെ ഹൃദയത്തിലൊരു നിയമം എഴുതാൻ പോകണം. ഒരു പുതിയ രക്തത്തിൻ്റെ ഒരു ഉടമ്പടി, ഒരു പുത്തൻ ഉടമ്പടി ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യാൻ പോവാണ്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനം പറയാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. 31-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. 3-ാമത്തെ വാക്യം, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈശോ എന്നെ രക്ഷിച്ചെടുക്കുന്ന, എന്നെ റിഡീം ചെയ്യുന്നത്, എന്നെ സ്വന്തമാക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഇതാണ്, അവൻ എന്നോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് പാപം ചെയ്തു പോയി, വീണുപോയി, ഈശോയിൽ നിന്നൊക്കെ അകന്നുപോയി. ചിലപ്പോൾ വിശ്വാസ ജീവിതം പഴയതുപോലെ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. പക്ഷെ കുഞ്ഞ്, ഈശോയ്ക്ക് ഇതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വചനം വായിക്കുന്ന നിന്നോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, വിദൂരത്തിൽ നിന്ന്, നിനക്കിപ്പോൾ ഈശോയുടെ പ്രസൻസ് അടുത്ത് കിട്ടുന്നില്ലെങ്കിലും വിദൂരത്തിൽ നിന്ന് നിന്നെ കണ്ടുകൊണ്ട് കർത്താവ് നിന്നോട് പറയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിലാണ് ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തത്, ആ ഉടമ്പടിയിലാണ് ഞാൻ നിന്നെ രക്ഷിക്കുന്നത്, വീണ്ടെടുക്കുന്നത്, മോചനദ്രവ്യം നൽകി നിന്നെ വില കൊടുത്ത് ഞാൻ വിലയുള്ളവളാക്കി വീണ്ടെടുക്കുന്നത് നിന്നോടുള്ള സ്നേഹത്താലാണ്. 31-ന്റെ-3 അടയാളപ്പെടുത്തിയിടണം. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹത്തിലാണ് ഈശോ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഈശോയെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക്, ഈശോയെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടുക. ഈശോയെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഉടമ്പടി പാലിക്കാൻ വേണ്ടി പറ്റുക. ഇപ്പം നമ്മൾ ഈശോയുള്ള വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് തല്ലിപ്പൊളിത്തരം കാണിക്കും, അല്ലേ? ഈശോ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കൊക്കെ പോകും. ആ മോശമായ അവസ്ഥയിൽ, ഒരു അടിമത്തത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എനിക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈശോയുടെ സ്നേഹം അനന്തമാണ്, അത് തീരുന്നില്ല. ഞാൻ ഏറ്റവും വിശുദ്ധി നിൽക്കുമ്പോഴും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ വീണു പോകുമ്പോഴും എന്നെ സ്നേഹിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ ഒരു സ്നേഹം ഈശോ അപ്പോഴും കാണിക്കുന്നുണ്ട്. ഉടമ്പടി ഞാൻ തെറ്റിച്ചാലും ഈശോ അത് തെറ്റിക്കുന്നില്ല, വിശ്വസ്തനാണ്. പൗലോസ്ലീഹ പറയുന്ന പോലെ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും അവൻ വിശ്വസ്തനാണ്. നമുക്ക് പിടിച്ചു കയറി വരാൻ, നമ്മുടെ വിശ്വാസത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഈ ഒരു കാരണം വളരെ പ്രധാനപ്പെട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്നേഹം ഓർത്തുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുക. ആ സ്നേഹത്തിൽ നിങ്ങൾ ചേർന്ന് നിന്നാൽ എന്നെ സംഭവിക്കുന്നത്, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കണ്ണുനീരുകളൊക്കെ തുടച്ച് നീക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് പറയും, നീ കരയണ്ട, നിൻ്റെ വിഷമമൊക്കെ മാറും, നിനക്ക് വേണ്ടി ഞാൻ നല്ലതൊന്നും ഒരുക്കിയിട്ടുണ്ടെന്ന് കർത്താവ് നമുക്ക് ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പ്രോമിസ് തരും. ആർക്കാണ്?
ഈശോ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവർക്ക് മാത്രം. 31-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുക. ജെറമ്യാ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. ഈശോയിലേക്ക് തിരിച്ചു വന്ന ഒരാൾ, ആ ആളോട് ഈശോയ്ക്ക് പറയാനുള്ള കാര്യം ഇതാണ്: ഞാൻ നിനക്ക് ആശ്വാസം തരും, ഞാൻ നിൻ്റെ കണ്ണുനീര് തുടച്ചു മാറ്റും, ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കും, അനുഗ്രഹത്തിൻ്റെ അരുവികളിലേക്ക് ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ കൈവിടില്ല. കാരണം ഞാൻ നിനക്കൊരപ്പായാണ്, നീ എനിക്ക് മകനാണ്, മകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എന്തിനാ വിശ്വസിക്കുന്നതെന്നോ, എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നോ, എന്തിനാണ് ഈ ഭക്ത അനുഷ്ഠാനങ്ങൾ, എന്തിനാ പള്ളിയിൽ പോകുന്നതെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്ത് കയറി വരുമ്പോൾ നമുക്കിതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണം ഉണ്ടാവുള്ളൂ: പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഹിസ് ലവ്. വിദൂരത്തിൽ നിന്നും അടുത്ത് നിന്നും നിന്നെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നിന്നെ വീണ്ടെടുക്കാൻ, വില കൊടുത്ത് മേടിച്ചെടുക്കാൻ തയ്യാറായി പുതിയ ഉടമ്പടി വീണ്ടും വീണ്ടും നിന്നോട് ഉറപ്പിക്കാൻ ഈശോ മാത്രമേ ഉള്ളൂ. കണ്ണുനീര് തുടയ്ക്കാൻ, ആശ്വസിപ്പിക്കാൻ, നിന്നെ അനുഗ്രഹത്തിൻ്റെ അരുവികളിലേക്ക് നയിക്കാൻ, നിനക്ക് അപ്പായായി നിന്നെ കുഞ്ഞായി കണ്ടുകൊണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ: ഈശോ. മറ്റെന്ത് പോയാലും ഈ ഈശോയിലുള്ള വിശ്വാസവും ഈശോയുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവിടെയാണ് ഉടമ്പടി ജീവിതം, അവിടെയാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം, അവിടെയാണ് യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ജീവിതം നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 31-ാമത്തെ അധ്യായത്തിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ളൊരു ഭാഗമുണ്ട്. 31:31 ഇങ്ങനെയാണ് വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരും. മുമ്പേ പറഞ്ഞില്ലേ, പഴയ ഉടമ്പടി ജനം തെറ്റിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈ ജനം സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർ ദൈവത്തെ മറക്കുന്നുണ്ട്. പഴയ ഈജിപ്തിൻ്റെ കറിക്കലങ്ങളിലേക്ക്, പാസ്റ്റിലേക്കൊക്കെ, പഴയ പാപത്തിലേക്കൊക്കെ, പഴയ അടിമത്തത്തിലേക്കൊക്കെ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ദൈവകൽപ്പനയ്ക്കെതിരായിട്ടൊക്കെ അവർ പോകുന്നുണ്ട്. പക്ഷേ ദൈവം അവരെ അവിടെ വെച്ച് കൈവിടുകയൊന്നുമല്ല. കല്ലിന്മേൽ എഴുതി വെച്ച, ഇല്ലെങ്കിൽ പലകമേൽ എഴുതി വെച്ച ആ നിയമം അവർ തെറ്റിക്കുമ്പോൾ, ഇതാ ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യാൻ പോവുകയാണെന്ന് കർത്താവ് പറയാം. പണ്ടെങ്ങോ പ്രവാചകന്മാരുടെ കാലത്ത് നടന്നൊരു സംഭവമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഇന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ മാമോദീസ സ്വീകരിച്ചു, ധ്യാനങ്ങളൊക്കെ കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, കൂദാശകളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് വഴികളുണ്ട്. വളരെ പ്രധാനമായിട്ട് ഈ കുഴികളിൽ നിന്നൊക്കെ കയറി പോരാൻ വേണ്ടി കുമ്പസാരം എന്ന കൂദാശ നമ്മുടെ മുമ്പിലുണ്ട്. ഈശോയുടെ ശരീരരക്തവും സ്വീകരിക്കാൻ പറ്റുന്ന വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ എപ്പോഴും ഓപ്പണായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ഉടമ്പടി തെറ്റിക്കുന്നില്ലേ? ഇസ്രായേൽക്കാരല്ല നമ്മൾ. വീണ്ടെടുത്തവനെ തള്ളിപ്പറയുന്ന ചില സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലേ? ഒത്തിരി സ്നേഹിച്ചിട്ടും ഒത്തിരി അനുഗ്രഹമൊക്കെ തന്നിട്ടും ഈ ജീവിതം മുഴുവൻ നമുക്ക് ദാനമായി തന്നിട്ടും നമ്മളെ വീണ്ടെടുത്തിട്ടും ചിലപ്പോഴൊക്കെ ഈശോയെ മറന്നുപോയി നടക്കുന്നൊരു ജീവിതം നമുക്ക് ചിലപ്പോഴൊക്കെ ഈ അബദ്ധം പറ്റാറില്ലേ? ചോദിച്ചതൊക്കെ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ഈ ഉടമ്പടി നമ്മൾ ബ്രേക്ക് ചെയ്യാറില്ലേ? ഈശോ പറയാണ്, ഓരോ തവണ നീ ഉടമ്പടി ബ്രേക്ക് ചെയ്യുമ്പോഴും, ഓരോ തവണ നീ അകന്നു പോകുമ്പോഴും ഈശോ ഈ സ്വരം നിന്നോട് പറയുന്നുണ്ട്: ഞാൻ നിന്നോട് പുതിയൊരു ഉടമ്പടി ചെയ്യാൻ പോവാണ്. എങ്ങനെയുള്ള ഒരു ഉടമ്പടിയാണ്? കല്ലിന്മേലെ എഴുതിയതല്ല, പലകമേലെ എഴുതിയതല്ല, പുതിയൊരു ഉടമ്പടി. ആ ഉടമ്പടി എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. 33-ാമത്തെ വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു: ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന പുതിയ ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് പറയുകയാണ്, ഇത് ഞാൻ എഴുതി തരാൻ പോകുന്നത് ഒരു നിയമ പലകയിലല്ല, ഒരു കടലാസ് കഷ്ണത്തിലല്ല. ഞാനിത് എഴുതി തരാൻ പോകുന്നത് നിൻ്റെ ഹൃദയത്തിലാണെന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൽ ഇത് ഉറയ്ക്കണം, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇത് പതിക്കണം. എന്ത് സംഭവിച്ചാലും എനിക്കൊരു ദൈവമുണ്ടെന്നും ഞാൻ ആ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശ്വാസം ഉറയ്ക്കണം. കല്ലിന്മേലല്ല, കടലാസിലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ അത് പതിക്കണം. ആ ഹൃദയത്തിൽ പതിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഹൃദയം നുറുങ്ങിയ വേദനയിൽ നമ്മളെ വീണ്ടെടുത്തത്. അവൻ തന്നെ മോചനദ്രവ്യമായി കൊടുത്തിട്ട്, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, വില കൊടുത്ത് മേടിച്ചെടുത്ത ജീവിതമാണ്. എന്ത് വിലയാണ് ഈശോ കൊടുത്തേ? സ്വന്തം ജീവൻ തന്നെ ബലിയായിട്ട്, ഒരു റാൻസമായിട്ട്, മോചനദ്രവ്യമായിട്ട് അർപ്പിച്ചിട്ടാണ് ഈശോ നമ്മളെ വീണ്ടെടുത്തത്. നമുക്ക് എങ്ങനെ ഈശോയിൽ നകന്നു പോകാൻ വേണ്ടി പറ്റും? കടം വന്നതിൻ്റെ പേരിൽ ഈശോയിൽ നകന്നു പോകാനോ? രോഗം വന്നതിൻ്റെ പേരിൽ ഈശോയിൽ നകന്നു പോകാനോ? വീട്ടിലൊരു മരണം നടന്നതിൻ്റെ പേരിൽ ഈശോയിൽ നകന്നു പോകാനോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു സ്നേഹബന്ധമാണോ എനിക്കും ഈശോയ്ക്കും തമ്മിലുള്ളത്? നിങ്ങളും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധം അത്രയും ചീപ്പാണോ? ചോദിച്ചതെല്ലാം കിട്ടാത്തതിൻ്റെ പേരിൽ അകന്നു പോകാനുള്ള, മുറിച്ച് കളയാനുള്ള ഒരു ഉടമ്പടിയാണോ, ഒരു ബന്ധമാണോ നമുക്കുള്ളത് ഈശോയുമായിട്ട്?
ചോദിച്ചതിന് ഉത്തരം വൈകിയപ്പോൾ മടുത്തു എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകാനുള്ളൊരു സ്നേഹബന്ധമാണോ നമുക്ക് ഈശോയായിട്ടുള്ളത്? അല്ല. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, എന്ത് തന്നെ സംഭവിക്കട്ടെ, വാളോ പട്ടിണിയോ ദുഃഖമോ ദുരിതമോ തെറ്റിദ്ധാരണയോ കാരാഗൃഹമോ ചങ്ങലകളോ, ഈശോയിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ആർക്ക് പറ്റും? ഇത് പൗലോസ്ലീഹ ചോദിച്ചതുപോലെ അല്ല, നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലിരുന്ന് ചിന്തിച്ചത് പറയണം. കാരണം പൗലോസ്ലീഹ ഇതൊക്കെ വന്നപ്പോൾ ഈശോയിൽ നിന്ന് വിട്ടുപോയില്ല. പക്ഷെ നമുക്കൊരു കുഞ്ഞു വേദന വരുമ്പോഴത്തേനും ചിലപ്പോൾ ഈശോയിൽ നിന്ന് അകന്നു പോവാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട്. അത്രയൊക്കെ ഉള്ളോ എൻ്റെ വിശ്വാസം? അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളോ എൻ്റെ സ്നേഹം? അത്രയൊക്കെ ഉള്ളോ എനിക്ക് ഈശോയുമായിട്ടുള്ള ബന്ധം? ഈശോ സ്വന്തം ജീവൻ ബലി കഴിച്ച് മോചനദ്രവ്യമായി കൊടുത്ത് നിന്നെയും എന്നെ വീണ്ടെടുത്തതല്ലേ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വചനം നമ്മളിങ്ങനെ വായിക്കുക, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഈ മോചനദ്രവ്യം എന്താണെന്ന് വെച്ചാൽ ശരീരവും രക്തവും ഒക്കെ ബലി കഴിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് റാൻസമായിട്ട് ഈശോ കൊടുത്തത് സ്വന്തം ജീവനാണ്. അത്രയും ഒന്നും ആരും നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഒക്കെ നിങ്ങൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് അവരെന്തു കൊടുത്തു? ആരും ഒന്നും കൊടുക്കാൻ തയ്യാറല്ല. അത് സ്വന്തം ജീവൻ, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവും. പൗലോസ്ലീഹ പറയുന്ന പോലെ നീതിമാനുമായി വേണ്ടി മരിക്കാൻ ആളുകൾ തയ്യാറായിരിക്കും. പക്ഷേ ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ അതിക്രമം കാണിച്ച സമയത്ത് പോലും, ഞാൻ ഈ പടുകുഴിയിലായിരുന്ന സമയത്ത് പോലും ഹൃദയത്തിൽ ഈ ഉടമ്പടി ഓർത്ത കർത്താവ് ആ ഹൃദയത്തിലൊരു മുറിവ് കാണിച്ചു തന്ന് ആ മുറിവിൽ നിന്ന് രക്തം ഒഴുക്കി പാപമോചനം തന്ന് മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ വീണ്ടെടുത്താണ്. എനിക്ക് എങ്ങനെ ഈശോയിൽ നിന്ന് അകന്നു പോകാൻ പറ്റും? ഇത്രയധികം എന്നെ സ്നേഹിച്ച് വേറെ ആരുണ്ട്? നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? ഹൗ ക്യാൻ ഐ ഗോ അവേ ഫ്രം ഹിം? മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 20-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഈ ഒരു മോചനദ്രവ്യത്തെക്കുറിച്ച് വചനം നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? മാത്യു 20:28, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. ഇതേ വചനം ഇങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വാക്യത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഈശോ സ്വന്തം ജീവൻ നമുക്ക് മോചനദ്രവ്യമായി നൽകി, തൻ്റെ രക്തമൊഴുക്കി നമ്മളെ വീണ്ടെടുത്തുന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നോക്ക്, ലോകം നമ്മളെ രക്ഷിച്ചെടുത്തതുപോലെയോ ലോകം നമ്മളെ സഹായിച്ചതുപോലെയോ ലോകം നമ്മളെ കുറച്ച് നേരം ആശ്വസിപ്പിച്ചതുപോലെയോ അല്ല, സ്വന്തം ജീവനങ്ങ് കൊടുത്ത് തന്നെ നമ്മളെ സ്നേഹിച്ച ഈശോയാണ്. ഈ ഒരു കുഞ്ഞ് എപ്പിസോഡിൽ 3-ാമത്തെ തവണയാണ് ഞാനിത് പറയണത്. ഹൗ ക്യാൻ യു ഗോ അവേ ഫ്രം ഹിം? ഇനി എങ്ങനെ നിനക്ക് ഈശോയിൽ നിന്ന് അകന്നു പോകാൻ പറ്റും? പട്ടിണിയും ദാരിദ്ര്യമോ വാളവോ കാരാഗ്രഹമോ തെറ്റിദ്ധാരണയൊന്നുമല്ല. അനുദിന ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളുടെ മുമ്പിൽ നിന്നത് ചോദിക്കണം, നിങ്ങളെന്നെ വേദനിപ്പിച്ചോ, നിങ്ങളെന്നെ ബുദ്ധിമുട്ടിച്ചോ, നിങ്ങളെന്നെ തകർത്തെറിയാൻ ശ്രമിച്ചോ? പക്ഷേ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ഈ സ്നേഹത്തിൽ നിന്ന്, ഈ ഉടമ്പടിയിൽ നിന്ന് എന്നെ തട്ടിത്തെറിപ്പിച്ച് ദൂരക്കളയാൻ നിങ്ങൾക്കാവില്ല എന്ന് ആ തിന്മയോടും ശത്രുക്കളോടും സങ്കടങ്ങളോടും വേദനകളോടും ഉറക്കമില്ലാത്ത രാത്രികളോടും പ്രതീക്ഷയില്ലാത്ത പകലുകളോടും ഒക്കെ നിങ്ങൾ പറയണം, ഈശോയുടെ സ്നേഹത്തിൽ നീ ഉടമ്പടിയിൽ നിന്ന് നിന്നെ മാറ്റാൻ പറ്റില്ല. ഈ വിശ്വാസത്തിൽ നിന്നെ വ്യതിചലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അവൻ വില കൊടുത്ത് വീണ്ടെടുത്ത് റെഡീം ചെയ്തൊരു ജീവിതമാണ് എൻ്റേത്. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുക. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുവിൻ. പത്രോസ്ലീഹ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ വളരെ കൃത്യമായിട്ടത് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ ഈ പഴയ ജീവിത രീതിയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ നശ്വരമായോ ഒന്നും കൊണ്ടല്ല. 19-ാമത്തെ വാക്യം എടുത്തു പറയാണ്, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് അത്രേ. അതാണ് കൂദാശവചനങ്ങൾ നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ ഓരോ പരിശുദ്ധ ബലിയിൽ നമ്മൾ ഏറ്റുപറയുന്നതാണ് പുതിയ ഉടമ്പടിയുടെ രക്തം, പുതിയ ഉടമ്പടിയുടെ പാനപാത്രം. ഈശോ സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണെന്ന് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുകയാണ് വചനം. കറയോ കളങ്കമോ ഏശാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള നിർമ്മലമായ രക്തം, ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ് നീ വീണ്ടെടുക്കപ്പെട്ടത്. എന്താണ് റാൻസം, എന്താണ് മോചനദ്രവ്യം എന്നൊക്കെ ചോദിച്ചാൽ ഈശോയെ തന്നെ കൊടുത്ത് എന്നെ വീണ്ടെടുത്തു. അത്ര അമൂല്യമായിട്ട് ഈശോ എന്നെ പരിഗണിച്ചു. നീ എനിക്കെന്നും പ്രിയങ്കരനും അമൂല്യമാണ്, നിനക്ക് പകരം വേറെ എന്തും ഞാൻ വിട്ടുകൊടുക്കാമെന്ന് ഈശോ പറയുന്നതിൻ്റെ വചനം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അത്രയ്ക്ക് അമൂല്യമായൊരു ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും പക്ഷെ പറയട്ടെ, ഈ ജീവിതം വെറുതെ കളയരുതേ, അർത്ഥമില്ലെന്ന് പറയരുതേ, ജീവിതം കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് പറയരുതേ, മീനിങ്ലെസ് ആണെന്ന് പറയരുത്. അങ്ങനെ വിലയില്ലാത്തത് കൊണ്ടാണോ ഈശോ നിന്നെ വീണ്ടെടുത്തത്? അത്രമാത്രം അമൂല്യമായതുകൊണ്ടല്ലേ? വില കൊടുത്ത് വീണ്ടെടുത്ത ജീവിതമാണ്. നമുക്കത് കളയാതിരിക്കാം.
വിശ്വാസത്തിൽ മുറുകെ ഈശോയെ കൈപിടിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഈശോയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ഈശോയിൽ ഒന്നായി തീർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.